മാർച്ച് 23 നോമ്പുകാലത്തിലെ 3-ാം ആഴ്ചയിലെ ഞായറാഴ്ച. ലൂക്ക 13 1 മുതൽ 9 വരെ വാക്യങ്ങൾ. നമ്മൾ നോമ്പുകാലത്തിൻ്റെ മധ്യത്തിലാണ്. ഇംഗ്ലീഷിൽ നോമ്പുകാലത്തിന് സീസൺ ഓഫ് ലെൻറ്റ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ലെൻറ്റ്? ജർമ്മൻ ഭാഷയിൽ ലെൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം വസന്തകാലം എന്നാണ്. യൂറോപ്പിലെ പ്രത്യേകിച്ച് ഇത് വസന്തകാലമാണ്. വസന്തകാലത്തിൻ്റെ ആരംഭത്തിൽ മരങ്ങളെല്ലാം ഉണങ്ങുന്നു, ഇലകളും ചെടികളെല്ലാം ഉണങ്ങുന്നു. അതേസമയം അതിൻ്റെ വേരുകൾ, മരത്തിൻ്റെ വേരുകൾ ആഴത്തിലേക്ക് ഇറങ്ങി അവിടെ വെള്ളം ശേഖരിക്കുന്നു. അപ്പോൾ വേരുകൾക്ക് അത് ഒരു വസന്തകാലമാണ്. ഇതുപോലെ നമ്മുടെ ആത്മാവിൻ്റെയും വസന്തകാലമാണ് നോമ്പുകാലം. അത് പ്രാർത്ഥനയുടെ സമയമാണ്, ത്യാഗത്തിൻ്റെ സമയമാണ്, അത് മറ്റുള്ളവരോട് കരുണ കാണിക്കാനുള്ള സമയമാണ്. അങ്ങനെ ഈ നോമ്പുകാലത്ത് നമ്മുടെ ആത്മാവിനെ നമ്മൾ കൂടുതൽ ഉന്മേഷഭരിതമാക്കുന്നു. നോമ്പിൻ്റെ ലെൻറ്റിൻ്റെ മറ്റൊരർത്ഥം ലാറ്റിൻ ഭാഷയിൽ ലെൻറ്റെ എന്നാണ്. അതായത് സാവധാനം നടക്കുക, സാവധാനം ഓടുക. ജീവിതത്തിൽ നമ്മൾ ഓടിപ്പോകുമ്പോൾ പല ചെറിയ കാര്യങ്ങളും നമ്മൾ അവഗണിക്കുന്നു. വേഗം പലപ്പോഴും ഒരു വേസ്റ്റായി മാറുന്നു. നമ്മൾ ജീവിതത്തിൽ തന്നെ ടയർഡാകുന്നു, നമ്മൾ ക്ഷീണിതരാകുന്നു, ഒടുവിൽ തളർന്ന് അവശരാകുന്നു. അതിനാൽ നോമ്പുകാലം വേഗത കുറയ്ക്കാനുള്ള ഒരു സമയമാണ്. നമ്മളെ തലോടുന്ന കാറ്റിനെ ഓർക്കാനും നമ്മുടെ കുടുംബത്തെ അംഗങ്ങളെ അഭിനന്ദിക്കാനും നമ്മൾ അവഗണിച്ച സുഹൃത്തുക്കളെ തേടിച്ചെല്ലാനും ഇത്രയും കാലം നമ്മൾ ബന്ധപ്പെടാത്ത മാതാപിതാക്കന്മാരായി ബന്ധപ്പെടാനും ഉള്ളൊരു സമയം. കാരണം നമ്മൾ നമ്മുടെ കരിയറുമായി വളരെ തിരക്കിലാണ്. ആ തിരക്ക് മൂലം പലപ്പോഴും പലതും നമ്മൾ മറന്നു പോകുന്നു. നോമ്പുകാലത്തിന് മൂന്നാമതൊരർത്ഥമുണ്ട്. അത് ഭൂതകാലത്തിലെ നമ്മൾ കടമെടുത്തിട്ടുള്ള എന്തെങ്കിലും ആ കടം തിരിച്ചു കൊടുക്കുവാനുള്ളതാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ്. ഒരാൾ കടം വാങ്ങുമ്പോൾ മറ്റൊരാൾ കടം കൊടുക്കുന്നു. നമുക്കുള്ളതെല്ലാം വാസ്തവത്തിൽ കടം വാങ്ങിയതാണെന്ന് ഓർമ്മിക്കാനുള്ള ഒരു സമയമാണിത്. ഏറ്റവും വലിയ ദാനധർമാവ് ദൈവമാണ്. അവൻ നമുക്ക് വളരെയധികം കടം നൽകിയിട്ടുണ്ട്. ആ കടം തിരികെ നൽകേണ്ട ഒരു സമയമുണ്ടാകും. നിങ്ങൾ പൊടിയാണെന്നും പൊടിയിലേക്ക് മടങ്ങുമെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ആ ദിവസമായിരിക്കും ആ സമയം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലത്ത് നോമ്പിൻ്റെ ആ 3 അർത്ഥതലങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നോമ്പുകാലം വസന്തകാലമാണ്. നോമ്പുകാലം പതുക്കെ പതുക്കെ പോകാനുള്ള സമയമാണ്. നോമ്പുകാലം നമുക്കുള്ളതെല്ലാം കടം വാങ്ങിയതാണ് എന്ന് ഓർമ്മിക്കാനും ആ കടം തിരികെ നൽകാനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അത് തിരിച്ചു നൽകുമ്പോൾ സന്തോഷത്തോടെ സമൃദ്ധിയായി നമുക്ക് തിരികെ നൽകാൻ ഇടവരട്ടെ. എല്ലാവർക്കും നോമ്പിൻ്റെ ഗുണങ്ങൾ എല്ലാം കരസ്ഥമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹപൂർവം പോളച്ചൻ, CSSR ഫ്രം കേരള.